ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരിക്കുന്ന സാധനമല്ലേ അംബാനി ഫാമിലിയിലെ കല്യാണം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടൊരു സാധനം ഞാൻ എൻ്റെ ഫ്രണ്ട് ഇട്ട സ്റ്റോറിയിൽ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ അത് നിങ്ങളായിട്ടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കാര്യം എന്താണെന്നറിയോ, അത് ഞാനിവിടെ സ്ക്രോൾ ചെയ്തിട്ട് കൊടുക്കാം. സാധനം ഞാൻ എന്താണെന്നുള്ളത് കൊടുക്കാം. ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കൂ കേട്ടോ. സാധനം വായിച്ചു നോക്കിയില്ലേ? അപ്പോൾ അതിനകത്ത് തുടങ്ങുന്നത് തന്നെ ഹൈലൈറ്റ്സ് ഫ്രം അംബാനി വെഡിങ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതിനകത്ത് ഉള്ളതെല്ലാം അത്യാവശ്യം ന്യൂസ് വാല്യൂ ഉള്ള കാര്യങ്ങളാണ് അതിനകത്ത് കൊടുത്തേക്കുന്നതെല്ലാം. ഈ അംബാനി വെഡിങ് എന്ന് പറയുന്നത് അവരുടെ ഫാമിലിയുടെ ആ ഒരു എന്താ പറയുക, അവർ കെട്ടിപ്പടുത്തേക്കുന്ന ആ ഒരു നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഡിഗ്നിറ്റി, അല്ലെങ്കിൽ അവരൊരു വാല്യൂ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ വാല്യൂവിൻ്റെ പുറത്ത് തന്നെ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നല്ലോണം ജനങ്ങളിലേക്ക് എത്തുന്നതും ജനങ്ങൾ ഉറ്റുനോക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് കരുതിയിട്ട് ആ ഒരു വെഡ്ഡിങ്ങിൻ്റെ, അതായത് അംബാനി ഫാമിലിയിലെ വെഡ്ഡിങ്ങിൻ്റെ പുറത്ത് ബാക്കിയുള്ള ഇത്രയും കാര്യങ്ങൾ ന്യൂസസും ജനങ്ങൾ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ കുഴപ്പമാണോ? അല്ലല്ലോ, അത് കൊടുക്കുന്ന ആളുകളുടെ കുഴപ്പമല്ലേ. മീഡിയ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ള ഒരു സാധനമാണ്. അവർക്ക് അവരുടെ മീൻസ് ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് ന്യൂസസ് ജനങ്ങളിലേക്ക് എത്തിക്കാം. അവരെത്തിക്കുന്നത് വഴിയാണ് ജനങ്ങൾ കാര്യങ്ങൾ അറിയുന്നത്. അപ്പം ഈ ഒരു വെഡ്ഡിങ്ങിനെ പെർട്ടിക്കുലർലി എടുത്ത് പറഞ്ഞിട്ട് ഇത്രയും ന്യൂസുകൾ ഇങ്ങനെ മറ്റുള്ളവരെ കണ്ണിൽ പെടാതെ പോകുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ലോജിക് സാധനം എനിക്ക് തിരിയുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല അതെന്തുകൊണ്ടാണ് അവരതങ്ങനെ പറയുന്നത് എന്നുള്ളത്. എനിക്ക് വല്ലാതെ മനസ്സിലായിട്ടില്ല. അപ്പോൾ അത് നിങ്ങളായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം എന്ന് കരുതി. എത്ര പേര് ആ സാധനം കണ്ടു, അതിനെപ്പറ്റി എങ്ങനെ വിലയിരുത്തുന്നു എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് പറഞ്ഞത്. കാരണം ആ ഒരു സംഭവം ഉണ്ടായി കരുതിയിട്ട് ബാക്കി ന്യൂസസ് കൊടുക്കണ്ട, അല്ലെങ്കിൽ ആളുകൾ ശ്രദ്ധിക്കില്ല എന്നൊക്കെ എങ്ങനെയാണ് ഈ ആളുകൾ ബാക്കിയുള്ളവർ പറയുന്നത്? എന്ത് കൈൻഡ് ഓഫ് മീഡിയ ആയാലും അവർക്ക് തീരുമാനിക്കുമല്ലോ അവരെന്ത് ന്യൂസ് കൊടുക്കണം, എന്ത് ന്യൂസ് ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളത് അവരുടെ തീരുമാനമല്ലേ. ഇങ്ങനെ ഒരു വെഡ്ഡിങ് ഉണ്ടെന്ന് കരുതിയിട്ട് ബാക്കി സാധനങ്ങൾ എങ്ങനെയാണ് മങ്ങിപ്പോകുന്നേ? ഇതിനും വലിയ സംഭവം ഉണ്ടായിട്ട് ആവശ്യമുള്ള കൊടുത്തിട്ടില്ല. മീൻസ് വലിയ വലിയ ആളുകളുടെയൊക്കെ വലിയ എന്തെങ്കിലും കുറ്റം ചെയ്ത സംഭവമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് പറഞ്ഞുകൊണ്ട് നിർത്തുന്ന മീഡിയ ഇങ്ങനെ ഒരു വെഡ്ഡിങ്ങിൻ്റെ പുറത്ത് ഈ ഒരു കാര്യങ്ങൾ നിന്ന് പോകുന്നെന്ന് പറയുന്നതിൽ എന്തുവാ ഉള്ളതെന്ന് എനിക്ക് വലിയ പിടുത്തം കിട്ടിയിട്ടില്ല. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പറയാം. പറയേണ്ടവർക്ക് പറയാം, പറയേണ്ടാത്തവർക്ക് പറയണ്ട. നല്ല രീതിക്ക് പറയാനായിട്ട് നോക്കുക. എന്തോ എനിക്കത് കണ്ടപ്പോൾ അത്ര വലിയ നല്ല സുഖമുള്ള സംഭവമായിട്ട് ഫീൽ ചെയ്തില്ല. സോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു. ബൈ.